പുതിയ വാച്ച് ഇന്നലെ നീ ഇതെല്ലാം ഇട്ടോണ്ട് വന്നത്? എടാ അത് ടൈറ്റാൻ്റെ പഴയ ഏതോ മോഡലായിരുന്നു. ഇത് ചേട്ടൻ കൊണ്ടുവന്നതാ, ആപ്പിളിൻ്റെ പുതിയ മോഡൽ. നിന്റെ ഒരു കാര്യം മതിയാ ഫോണിൽ നോക്കിയത്. ചുമ്മാ ഇങ്ങനെ കുറേ നേരം ആയല്ലോ. എടാ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഗീവ് അവേ, അതിൻ്റെ റിസൾട്ട് ഇന്നാ വരുന്നത്. നിന്റെ ഓൾറെഡി ഒരു ഐഫോൺ ഇല്ലേ, പിന്നെന്തിനാ? അതെന്താ ഒരു ഐഫോണും കൂടെ കിട്ടി എനിക്ക് എന്താ പുളിക്കുമോ? എടാ ഈ അവർ ചെയ്യാൻ തോന്നുന്നു. സാധാരണ പറഞ്ഞില്ല, നമുക്ക് എന്താ ലൈബ്രറിയിലോട്ട് പോകാം. നീ വരുന്നില്ലേ? ഹലോ, ആ അതെ. എനിക്കോ? ആ എടാ അടിച്ചുടാ, അടിച്ചു. എടാ ഐഫോൺ. എടാ ഞാൻ പറഞ്ഞല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇത് ഗിവ് അവേ കാര്യം, അത് അടിച്ചു. അതൊക്കെ അപ്പം നോക്കാം. ഹലോ, ആ അതെ, എന്തായിരുന്നു? 4 മണിക്ക് കോളേജിന്റെ മെയിൻ ഗേറ്റിന്റെ ഫ്രണ്ടിലേക്ക് ഞാൻ അവിടെ കൊണ്ടുതരാം. പക്ഷേ നമ്മൾ തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? അതിനൊരു കോഡായാലോ? ആ കോഡാവാം, കുഴപ്പമില്ല, എളുപ്പമല്ലേ? അപ്പോൾ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കാം. ആ ഓക്കെ. ഇല്ല ഒന്നുമില്ല. സാധനം കയ്യിലുണ്ടോ? ഇവന്റെ ആർത്തി മാറാനായിട്ട് എന്നാലൊക്കെ ചെയ്യണമല്ലോ. അതൊക്കെ വേണം. എന്തുവാടാ ഇങ്ങനെ വിട്ടാൽ ശരിയായില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നേ. ഹലോ, ജെറിൻ തോമസ് അല്ലേ? നിങ്ങൾ ഈയിടെ ഇൻസ്റ്റാ ബോക്സ് നടത്തിയിരുന്ന ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലേ? അതിൽ 1ാം സമ്മാനമായ ഐഫോൺ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ നിങ്ങളെ പിന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ചാൽ ഒന്ന് എടുത്തേക്കണേ. ഓക്കെ. ഹെബ്രായർ 13-5 നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.